പെട്ടെന്ന് ഒരു വലിയ സ്ഫോടനം എല്ലാവരെയും ഞെട്ടിച്ചു. തുടർന്ന് ഒരു ഭൂകമ്പവുമുണ്ടായി. നിലം കുലുങ്ങാൻ തുടങ്ങി. മതിൽ ശക്തമായി നീങ്ങുന്നത് കണ്ട് സംഘം പിന്നോട്ടു മാറി. അപ്പോൾ മറുവശത്ത് ഒരു കൂറ്റൻ ടൈറ്റനെ കാണുന്നു. അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയും മതിൽ ചവിട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നു. പട്രോൾ ഓഫീസർമാർ ഭയന്നു നോക്കി നിൽക്കുന്നു. ആ ജീവിയെ തടയാൻ അവർക്കൊന്നും ചെയ്യാനായില്ല. ടൈറ്റൻ ഒടുവിൽ മതിൽ തകർത്ത് പുകയായി മറയുന്നു. ഏതാനും നിമിഷങ്ങളെല്ലാം നിശബ്ദമായി. പിന്നീട് അനേകം ജീവികൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആളുകൾ കാണുന്നു. സൈനികർ പീരങ്കിയുണ്ടകൾ ഉപയോഗിച്ച് രാക്ഷസന്മാരെ ആക്രമിക്കുന്നു. അത് അവർക്ക് കാര്യമായ ദോഷം വരുത്തുന്നില്ല. അവർക്ക് ശക്തമായ പുനരുജ്ജീവന ശേഷിയുണ്ടെന്ന് തോന്നുന്നു. കാരണം പീരങ്കികളാൽ ഉണ്ടാകുന്ന മുറിവുകൾ അതിവേഗം സുഖപ്പെടുന്നു. താമസിയാതെ ടൈറ്റനുകൾ സൈനികരുടെ അടുത്തെത്തി അവരെ ഓരോരുത്തരെയായി വിഴുങ്ങാൻ തുടങ്ങി. ഒരു സൈനികൻ ആത്മഹത്യ പോലും ചെയ്യുന്നു, രാക്ഷസന്മാരുടെ കയ്യിൽ മരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് പറഞ്ഞ്. എല്ലാവരും ജീവൻ രക്ഷിക്കാൻ ഓടാൻ തുടങ്ങി. ടൈറ്റനുകൾ വീടുകൾ നശിപ്പിക്കുകയും കഴിയുന്നത്ര ആളുകളെ പിടികൂടുകയും ചെയ്യുന്നു. ആർമിൻ ജനക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു. എരേനും മികാസയും ആളുകൾ ഒളിക്കാൻ പോകുന്ന നഗരത്തിലെ പള്ളിയിലേക്ക് ഓടുന്നു. ഓടുന്ന ജനക്കൂട്ടം ചവിട്ടാൻ പോവുകയായിരുന്ന ഒരു ചെറിയ കുട്ടിയെ മികാസ നിലത്ത് ശ്രദ്ധിക്കുന്നു. അവൾ കുട്ടിയെ രക്ഷിക്കാൻ പോകുന്നു. പക്ഷേ ഈ പ്രക്രിയയിൽ എരനിൽ നിന്ന് അവൾ വേർപെടുന്നു. എരേനെ പള്ളിക്കുള്ളിലേക്ക് വലിച്ചിഴക്കുന്നു. പക്ഷേ ആളുകൾ വാതിലടയ്ക്കുന്നു. മറ്റാരെയും അകത്തേക്ക് കടത്തുന്നില്ല. ഭയപ്പെടുത്തുന്ന പല്ലുകളുള്ള ഒരു പെൺ ടൈറ്റൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയെ സമീപിക്കുന്നത് എരൻ പള്ളിയുടെ ജനലിലൂടെ നോക്കി നിൽക്കുന്നു.